വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ എന്താ ഉണ്ടാക്കണേ? ഇത് നമ്മള് മുത്തളിന്റെ ഇല കൊണ്ട് തോരൻ. നമ്മുടെ ബുദ്ധിശക്തി ഒക്കെ വർദ്ധിപ്പിക്കാനുള്ള ബ്രഹ്മിയുടെ പോലെ ബ്രഹ്മി പിന്നെ തൊട്ടാ കൊടങ്ങൻ അങ്ങനെ പറയും. അപ്പൊ അതുകൊണ്ട് നമ്മൾ തോരനാണ് ഉണ്ടാക്കണേ. അപ്പൊ അതിന് വേണ്ട സാധനങ്ങൾ എന്തുട്ടാ? അതിന് ഉള്ളി, പച്ചമുളക്, നാളികേരം, പിന്നെ മതി. സിമ്പിളാണ്. മഞ്ഞപ്പൊടി. അപ്പൊ നമ്മൾ ആദ്യം എന്താ ചെയ്യാൻ പോണേ? ആദ്യം നമുക്ക് മുത്തളരിയാം. ഇതൊക്കെ കഴുകി നന്നായി കഴുകണം. അത് മുത്തള് ഇനിയിപ്പോ മഴക്കാലാണ്, നിലത്ത് പറ്റിയിരിക്കണതല്ലേ. അപ്പൊ നമ്മള് തണ്ടെടുക്കണ്ടേ? തണ്ടൊക്കെ എടുക്കണ്ട്. നമുക്ക് അരിഞ്ഞാലോ? അരിയാം. നമുക്കിതിങ്ങനെ കൂട്ടി പിടിച്ച് അരിയണ്ട. അപ്പൊ അരിയല്ലേ? ഇത് പെട്ടെന്ന് വാടിട്ടത്. അപ്പൊ ഇനി നമുക്കിത് അരിഞ്ഞിട്ട് കാണാല്ലേ. അപ്പൊ അമ്മ നമ്മുടെ മുത്തള അരിഞ്ഞു കഴിഞ്ഞു. ഇനി എന്താ ചെയ്യണമ്മേ? ഇനി നമ്മള് ചിന്നറ്റിയില് മാത്രല്ല നമ്മുടെ ഉള്ളിയും പച്ചമുളകും. നമ്മള് പച്ചമുളകാണ് എടുത്തോണേ. പച്ചമുളക് അത് നമ്മള് വീട്ടില് മാമിൻ്റെ അടുത്ത്. അപ്പൊ ആ കാരണം ചൂരമുളക് നല്ല എരിവുണ്ടാവും. അപ്പൊ കുറച്ചെടുത്തിട്ടുള്ള അതൊക്കെ അരിഞ്ഞു. ഇനിയിപ്പോ ചീഞ്ചട്ടി ചൂടായി കഴിഞ്ഞാൽ എണ്ണ ഒഴിക്കും. ചൂടായിട്ടില്ല, വെള്ളം വറ്റണുള്ളൂ. ഇത് എണ്ണ ഒഴിക്കാണ്. ചീഞ്ചട്ടിയിലത്തെ വെള്ളമൊക്കെ വറ്റി ചീഞ്ചട്ടി ചൂടായി. അപ്പോൾ എണ്ണ ഒഴിച്ചു. ഇനി എണ്ണ ഒന്ന് ചൂടായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം വന്നുള്ളിയും പിന്നെ പച്ചമുളകും കൂടി ഇടും. എണ്ണ ചൂടായി ഉള്ളിയും ചുവന്നുള്ളി പച്ചമുളക് കൂടി നമ്മൾ ഇടാണ് കേട്ടോ. ചൂനമുളക് ആയതുകൊണ്ടല്ലേ. ഇതായി നമ്മൾ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇടാണ് കേട്ടോ. ഉള്ളി ഇപ്പോ പാകത്തിന് മൂത്ത് കഴിഞ്ഞു. ഇനിയിപ്പോ എന്താ ഇല ഇടാൻ പോവാ. ഇപ്പൊ ഇത്രയുണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വാടി വരുമ്പോ ഒന്നും ഉണ്ടാവില്ല. നല്ല മണ്ണുണ്ട് മറ്റേ ഉള്ളി മൂത്തേന്റെ. ഇത് പെട്ടെന്ന് വാടില്ലേ. ഇനി നമ്മളൊരു നുള്ള് മഞ്ഞപ്പൊടി അതിൽ ചേർക്കാണ്. എന്തിനാ മഞ്ഞപ്പൊടി ചേർക്കണേ? മഞ്ഞപ്പൊടി ഇത് കണ്ട ഇപ്പൊ തന്നെ അത് ആകെ ചുരുണ്ട് മടങ്ങി ആകെ കുറച്ചുള്ളൂ. ഇതിപ്പോ ചമ്മന്തി പോലെ കഴിക്കണ്ടേ. പിന്നെ കുറച്ച് നാളികേരം കൂടുതൽ ചേർക്കുമ്പോ കുഴപ്പമില്ല. നാളികേരം കഴിക്കാം. ഇത് പിന്നെ നല്ല ഔഷധ ഗുണമുള്ള ആയതുകൊണ്ട് പിന്നെ ഓരോ ടീസ്പൂൺ എടുക്കാൻ നോക്കും. നല്ല മഴ പോയിട്ടിട്ട പുറത്ത്. ഇത് നമുക്ക് മുത്തളിന്റെ വേറൊരു റെസിപ്പി ഉണ്ട്. അത് പറയണ്ട, സർപ്രൈസ് ആയിട്ട് അതിപ്പോ എന്താ റെഡി ആയാ? 5 മിനിറ്റ് വേണം. അതിലൊക്കെ വാടി കണ്ട. ഇതിപ്പോ എന്തോരുണ്ട് എനിക്കുള്ളതാണല്ലോ. ആകെ ഒരു തരുള്ളൂ. എനിക്കിപ്പോ നാളികേരം ഇടാം. ഓക്കെ, നാളികേരം കൂടുതലല്ലേ. ആകെ നാളികേരം മാത്രമേ കാണുള്ളൂ ഇളക്കി കഴിഞ്ഞാ. അപ്പൊ ഇതായില്ലേ. ഇനി സ്റ്റവ് ഓഫ് ആക്കല്ലേ? ഇതിപ്പോ നാളികേരം മാത്രം കാണാമല്ലോ. നാളികേരം അല്ലേ. പക്ഷെ നല്ലതല്ലേ, മെഡിസിൻ വാല്യുള്ള സാധനല്ലേ. അതെ, മുത്തള്. അപ്പൊ നമുക്ക് ഇനി ടേസ്റ്റ് നോക്കുമ്പോ കാണാല്ലേ. മുത്തള് തോരൻ റെഡിയായി. ഇനി നമുക്ക് എങ്ങനെ ടേസ്റ്റ് ഉണ്ട് നോക്കാം. ഒന്ന് നോക്കി നോക്കി അച്ഛാ. മുത്തള് തോരൻ ഞാൻ ആദ്യം കഞ്ഞിയും മുത്തള് തോരനും അല്ലേ. ഇനി കുറച്ച് അമ്മക്ക് ഇട്ട് കൊടുക്ക്. അമ്മേനെ മറന്നു നോക്കണ്ട. ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ എൻ്റെ കാര്യം സഹജീവികളെ ശ്രദ്ധിക്കാറില്ല. ഭക്ഷണം കഴിക്കും പോലെ എങ്ങനെയുണ്ട് നോക്കിയേ. ഒന്നുകൂടെ വേവണമെന്നുണ്ട്. മുത്തള് വേണ്ട, കുറച്ച് വേവ് കുറഞ്ഞു പോയില്ലേ. വേവ് കുറഞ്ഞുണ്ട്. എന്നാലും കഴിക്കാൻ പറ്റില്ലേ? പച്ചക്ക് തിന്നുന്ന സാധനമാണ്. അപ്പൊ കുഴപ്പമില്ല. ഇത് ഡെയിലി ഒരു ഇല നമ്മുടെ തുളസിയുടെ ഇല കഴിക്കുമ്പോൾ ചവച്ചരച്ച് കഴിക്കുക. അത്ര നല്ലതാണ്. ബുദ്ധിശക്തി വർദ്ധിപ്പിക്കാനും ഒക്കെ നല്ലതാണ്. ഞാനവിടെ പോയി കഴിഞ്ഞാൽ
അണ്ണനെ വീട്ടിൽ കഴുകിയിട്ട് തിന്നാളോ കണ്ടിട്ടില്ലേ നിങ്ങളത്തിനാണത്? തൻ്റെ വീട്ടിലല്ലേ ആ ഇത് കരബ്രഹ്മി എന്ന് പറയാം. ഇതെന്തായാലും എല്ലാവരും ഇത് ഇവിടുന്ന് കിട്ടിയ അവിടെ നിങ്ങൾ ഉണ്ടാക്കിയിട്ട് ഒന്നൊരു ചമ്മന്തി അത് മാത്രല്ല വളരെ തോന്നുന്നു. ഒരു കാര്യം പെരുവല്ലൂര് ടാങ്കിൻ്റെ അടിയിൽ വെക്കുമ്പോൾ ഞാൻ കഴിക്കാറുണ്ടത്. നമ്മള് പെരുവില്ലൂർ എന്ന് പറഞ്ഞത് നമ്മളന്ന് പോയില്ലേ അച്ഛൻ്റെ വീട്. നിങ്ങൾ വാഴയ്ക്ക് ഇവിടെ താമസിക്കണം, അതുകൊണ്ട് അങ്ങനെയൊക്കെ പറയണം. ഗുണത്താലാണ് താമസം വാഴ. അപ്പോൾ നമ്മൾ കഞ്ഞി കുടിക്കണേ മുത്തള് തോരൻ കൊണ്ട്. ഒരു കറി ഉണ്ടായാൽ മതി, നന്നായി പടർന്നു വെക്കോളൂ. ഇതിങ്ങനെ പടരണ ഇലയാണ്, നിലത്താണ്, മണ്ണിൽ ഇങ്ങനെ പടരും. വട്ടം വട്ടമായിട്ട് ഇങ്ങനെ ഇതാവും. ഇത് എല്ലാവരും ഒരു കട 2 കട കൊണ്ടു വീടിൻ്റെ സൈഡിൽ ഇടയ്ക്ക് നനച്ചു കൊടുത്താൽ മതി. പിന്നെ അത് ചരല് പോലെ ഉള്ളിടത്തും ഉണ്ടാവും, മണ്ണിൽ തന്നെ വേണ്ട അങ്ങനെ. ഒരു നേരം ഇത് കറി വയ്ക്കാതെ ചമ്മന്തി ഉണ്ടാക്കാം. ചമ്മന്തി ആയിരിക്കും ചിലപ്പോ ബെറ്റർ. തോന ടേസ്റ്റ് ചമ്മന്തി നല്ല ടേസ്റ്റ് ഉണ്ട്. അതല്ല തോന്നാകുമ്പോ ഉപ്പേരി കഴിക്കാം. തോരനാകുമ്പോ അധികം ആർക്കും ഉണ്ടാവില്ല, ഇത് കൊറേ പൊട്ടിച്ചാലേ കൊറേ ഉണ്ടാവുള്ളൂ. ഇതിപ്പോ ഈ ഒരു ബൗള് നിറച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ കണ്ട ആകെ ഒരു തരിയുള്ളൂ. നാളികേര കൂടുതല്. അപ്പൊ ഇതെല്ലാവരും വീട്ടില് പരീക്ഷിക്കണം, എന്നിട്ട് കഴിക്കണം. കാരണം ഇത് നമുക്ക് ശരീരത്തിന് ആവശ്യമായ ഒരു വസ്തു. നമുക്ക് കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ കുറവാണ് വരാറ്, എന്നാലും കമൻസ് വരാറുണ്ട്. പിന്നെ അതിൽ മെയിനായിട്ട് ത്രൈസാമ എന്ന് പറഞ്ഞ ഒരു അക്കൗണ്ടിൽ നിന്നാണ് കമൻറ്റ്സ് അധികം വരാറ്. അതുകൊണ്ട് നമുക്ക് ആ മിക്ക വീഡിയോയിലും കമൻറ്റ്സ് അവർ ഇടാറുണ്ട്. അത് അതിയായ സന്തോഷമുണ്ട്. നമുക്ക് കമൻറ്റ്സ് വന്നാൽ നമ്മുടെ വീഡിയോ ആൾക്കാർ ഇഷ്ടപ്പെടുന്നുള്ളൊരു മനസ്സ് സന്തോഷം ഉണ്ടാവുള്ളൂ. അപ്പോൾ എല്ലാവരും പരമാവധി നിങ്ങളുടെ കമൻറ്റ് ബോക്സിൽ ഇടണം. ത്രൈസാമ അക്കൗണ്ട്സിൽ നിന്ന് ഇടുന്ന പോലെ തന്നെ എല്ലാവരും ഇട്ടാലേ നമുക്കൊരു സന്തോഷം വരുള്ളൂ. അപ്പോൾ എല്ലാവരും ഇടുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി തുടർന്ന് അങ്ങോട്ട് വരുന്ന വീഡിയോയിലും നിങ്ങളുടെ കമൻറ്റ്സ് നിർബന്ധമായിട്ട് ഇടുക. അപ്പോഴേ നമുക്ക് തമ്മിലൊരു ബന്ധങ്ങൾ ഉണ്ടാവുള്ളൂ. പിന്നെ നമ്മുടെ ചാനലാണെങ്കിൽ ഒരു പുതിയതാണ്, ഇപ്പോൾ 1 മാസമായിട്ടുള്ള തുടങ്ങിയിട്ട്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക ഇങ്ങനെ കമൻസ് ഒക്കെ ഇട്ടിട്ട്. അപ്പോൾ നമുക്ക് വൈൻഡപ്പ് ചെയ്യല്ലേ? അപ്പോൾ അടുത്ത ദിവസം ഇതിലും നല്ലൊരു വീഡിയോയുമായി വരുന്നവരെല്ലാവർക്കും bye. Please subscribe, like, comment, share and enable the bell button.